everyone. അപ്പോൾ എൻ്റെ ക്ലാസ് 2ലെ മക്കളെല്ലാവരും ഇൻ്റഗ്രേഷൻ ഡേ 3 എക്സാം എല്ലാം അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ മക്കൾക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എൻ്റെ മക്കൾക്ക് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന ഇൻ്റഗ്രേഷൻ 3ലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് എൻ്റെ മക്കൾക്ക് എക്സാം എന്നുള്ള കാര്യം കമൻസിലൂടെ അറിയിക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം എന്നാൽ വേഗം തന്നെ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് മാത്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇവിടെ ഓൾറെഡി ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ ക്രീച്ചേഴ്സ് സ്ക്വിരൽ ഉണ്ട്, മങ്കൂസ് ഉണ്ട്, ഫോക്സ് ഉണ്ട്, പാരറ്റ് ഉണ്ട് അല്ലേ. നമ്മുടെ അണ്ണാന്, കീരി, കുറുക്കൻ, പിന്നെ നമ്മുടെ തത്തയുണ്ട്. പിന്നെ ഹൺഡ്രഡ്സ്, ടെൻസ്, വൺസ് ആൻഡ് ടോട്ടൽ. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 101 ആണ്, ഇവിടെ 4 ടെൻസ് ഉണ്ട്, 2 വൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയാണ്? 142 ആണ് വരുന്നത്. ഇനി നോക്കിക്കേ, ഇവിടെ ഹൺഡ്രഡ്സ് എന്ന് പറയുന്നത് 1 ആണ്, ടെൻസ് എന്ന് പറഞ്ഞാൽ 3 ടെൻസ് ഉണ്ട്, 9 വൺസ് ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? 139 ആണ്. അപ്പോൾ 139 എന്ന് എഴുതിയിട്ടുള്ള മക്കൾക്ക് ഇവിടെ മാർക്ക് കിട്ടും. ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ 124 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, 124 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 1 ഹൺഡ്രഡ്സും 2 ടെൻസും ആൻഡ് 4 വൺസും ആണ് ഉള്ളത്. അങ്ങനെ അത് ചേർന്ന് കഴിഞ്ഞാൽ 124 ആയി. ഇനി ലാസ്റ്റ് നോക്കിക്കേ, പാരറ്റിന് എന്താ കിട്ടിയിട്ടുള്ളത്? 103 ആണ് അല്ലേ, 103 ആണ് കിട്ടിയിട്ടുള്ളത്. സോ 100, 0 ടെൻസ് ആൻഡ് വൺസ് എത്രയും മക്കളെ വരുന്നത്? 3 വൺസ് ആണ് വരുന്നത്. സോ 103 എന്ന് കിട്ടി. സോ ഈ ഒരു ടേബിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു ചോദ്യത്തിന് മാർക്ക് കിട്ടും. ഇനി അതിലുള്ള ഒരു ബി പാർട്ടിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൂ ബ്രോട്ട് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് സ്ട്രോ? ആരാണ് ഏറ്റവും അധികം സ്ട്രോ വാങ്ങിച്ചിട്ടുള്ളത്? അപ്പോൾ ഇവിടെ 142 ഉണ്ട്, 139 ഉണ്ട്, 124 ഉണ്ട്, 103 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 142 ആണ്. അത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ കുഞ്ഞണ്ണാനാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ക്രീച്ചറിൻ്റെ പേരാണ് എഴുതേണ്ടത്. ഏതാണ്? ജീവി എന്നുള്ള കാര്യം എഴുതാം. അപ്പോൾ ഇവിടെ സ്ക്വിരൽ, അണ്ണാൻ എന്ന് എഴുതണം. ഇനി റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് സ്ട്രോസ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ. അവരോഹണ ക്രമത്തിൽ ഓരോ നമ്പർ എഴുതണം. അവരോഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതാം അല്ലേ. അപ്പോൾ ഏറ്റവും വലുത് 142, അത് കഴിഞ്ഞ് 139, അത് കഴിഞ്ഞ് 124 ആൻഡ് ലാസ്റ്റ് 103. അപ്പോൾ ഇങ്ങനെ എഴുതണം കേട്ടോ. അപ്പോൾ 142 അല്ലേ? യെസ്, 139, 124 ആൻഡ് 103. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് മക്കൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് മിസ്സിന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. ഹൂ ഈസ് ഹൈഡിങ്. പിന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഡീറിന് തന്നിട്ടുണ്ട് അല്ലേ, കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു മാനിനെ മക്കൾക്ക് തന്നിട്ടുണ്ട്. മിസ് ആ പിക്ചർ വെച്ചിട്ടില്ല. അപ്പോൾ ഇതിന് ആൻസർ കാണാൻ വേണ്ടി എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 6 × 2 എത്രയാ മക്കളെ? അതായത് 2നെ 6 തവണ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഉത്തരം കിട്ടും അല്ലേ. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഖ്യയെ കുറേ തവണ ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. ഒരു സംഖ്യയെ ഒത്തിരി തവണ കൂട്ടുന്നതിന് പകരം നമ്മൾ ചെയ്യുന്നതാണ് ഗുണനം. അപ്പോൾ 6 × 2, 2നെ 6 തവണ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 12 എന്ന് കിട്ടും അല്ലേ. ഇനി 9 × 10 എത്ര? ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. എങ്ങനെ ചെയ്യാം നോക്കിക്കേ, 10 × 9. 9നോട് 0 എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആണ് കിട്ടുക. 1 × 9 ചെയ്യുക, അത് എത്രയാണ്? 9 ആണ്. സോ 90 എന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കിക്കേ, 7 × 5, അതായത് 5നെ 7 തവണ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 35 എന്ന് കിട്ടും അല്ലേ. ഇനി അടുത്തതാണ് 9 × 5. ഇതൊക്കെ മക്കൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ 9 × 5 എത്രയാണ്? 45 ആണ്. 5നെ 9 തവണ നമ്മൾ കൂട്ടുന്നു, അതിന് പകരം 9 × 5 ചെയ്യാം. ഇനി അടുത്തതാണ് 4 × 10 അല്ലെ. 9 × 10 പോലെയാണ് 4 × 10. അപ്പോൾ നോക്കിക്കേ, 10 × 4 എത്രയാണ്? 0ൻ്റെ കൂടെ 4 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ? 0 എന്ന് കിട്ടും. ദെൻ 1 × 4 എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 40 എന്ന് കിട്ടി അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴെ നിങ്ങൾക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്, അതിനെ ഇത് വെച്ചിട്ട് നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഡീറിനെ കിട്ടും, ഒരു മാനിനെ കിട്ടും. ഇനി നമ്മുടെ മലയാളത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പരുന്ത് കണ്ട കാഴ്ചകൾ.
മഞ്ഞണിക്കാട്ടിൽ നിന്നും ചെമ്പൻ പരുന്ത് ആകാശത്തിലൂടെ പറന്ന് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. ചെമ്പൻ പരുന്ത് കണ്ട കാഴ്ചകൾ നോക്കൂ. ഇതാണ് നമ്മുടെ ചെമ്പൻ പരുന്ത് അല്ലേ. അപ്പൊ ചെമ്പൻ പരുന്ത് കാട്ടിലൂടെ പോകുന്ന സമയത്ത് എന്തൊക്കെയാ കണ്ടിട്ടുള്ളത്? മലയുണ്ട്, പിന്നെ ഇതെവിടെ വീട് കാണുന്നുണ്ട്, ഇവിടെ ഒരു പുഴയുണ്ട്, അതിലൊരു തോണിയുണ്ട് അല്ലേ, പിന്നെ കുറെ വയലുകളും മരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പിന്നെ ഇവിടെ എന്തൊക്കെയോ അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വിവരണം തയ്യാറാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. ചെമ്പൻ പരുന്ത് കണ്ട കാഴ്ചകൾ എന്തൊക്കെ? വിവരണം തയ്യാറാക്കൂ. അതായത് ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് മാർക്ക് കിട്ടും. അപ്പൊ മിസ് എഴുതിയിട്ടുള്ള നോക്കിക്കേ. ഒരു വലിയ പുഴയുണ്ട്, പുഴയിലൂടെ ഒരു തോണി പോകുന്നു, ഒത്തിരി വയലുകളും കുന്നുകളും കാണാം, ആകാശത്ത് പറവകൾ പാറി പറക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ എന്തൊക്കെയാണ് ചിത്രത്തിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ അത് നോട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ മക്കൾക്ക് മാർക്ക് കിട്ടും. ഇതുപോലെ സെയിം ആയിട്ട് എഴുതണം എന്നില്ല. എൻ്റെ മക്കൾക്ക് അറിയുന്ന വാചകത്തിൽ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ചിത്രം നോക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്. ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. എന്താണ്? ഒരു ചേട്ടൻ ഒരു പശുവിനെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിൽ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കന്നുകാലിയെ ഇവിടെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ജലം മലിനമാകുന്ന ഒരു സാഹചര്യമാണ് അല്ലെ. അപ്പൊ ഇതുപോലെ ജലം മലിനമാകുന്ന 4 സന്ദർഭങ്ങൾ എഴുതുക. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്തൊക്കെ എഴുതാം? ജലത്തിൽ മാലിന്യം വലിച്ചെറിയുമ്പോൾ, ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം നിക്ഷേപിക്കുന്നത്, ജലാശയങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തുന്നത്, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, ഇതെല്ലാം ജലമലിനീകരണത്തിന് കാരണമാകുന്നു. ജലം മലിനമാകുന്ന 4 സന്ദർഭങ്ങളാണ്. അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഇന്റഗ്രേഷൻ 3 നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് മിസ്സിന് അറിയാം. ഇനി നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ എഴുതാനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുമക്കൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇനി വരുന്ന എക്സാമിന് നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു ടെൻഷനും കൂടാതെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് മക്കളെല്ലാവരും പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞുമക്കളെല്ലാവരും വേഗം തന്നെ നിങ്ങളുടെ പാരൻസിൻ്റെ ഹെൽപ്പിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പഠിക്കാനുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ലൈവ് ക്ലാസ്സും എല്ലാം നമ്മുടെ ഈ ഒരു എക്സാമിന് ക്ലാസ് 2 ചാനലിൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ്.